എല്ലാരും കാത്തിരുന്ന ബ്ലാക്ക് ഫ്രൈഡേ എത്തിയ മക്കളെ. ഞെട്ടാ റെഡി ആണെങ്കിൽ ഞാൻ ഓഫർ പറയാം. 1500 രൂപ വില വരുന്ന നിവിയുടെ ബൂട്ട്സ് ഒക്കെ 99 രൂപ കിട്ടും, പല കളറിൽ. നാല് മണി തൊട്ട് 9 മണി വരെ ഓഫർ ഉണ്ടെന്ന് ഷോപ്പാണ്. ഒരു അനക്കം എന്തായാലും ഇല്ല. സെക്യൂരിറ്റി അടുത്ത് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സെക്യൂരിറ്റിക്ക് ഒരു കുന്തം അറിയത്തില്ല. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളുണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അയാളോടൊന്നും തിരക്കി നോക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഈ 10 എണ്ണം വെച്ച് പറ്റില്ല, സ്റ്റോക്ക് വരും, 2 ദിവസത്തേക്ക് സ്റ്റോക്ക്. ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. 2500 പർച്ചേസ് ചെയ്താൽ മാത്രമേ ആരും എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കേസ് പറഞ്ഞു. എൻ്റെ അടുത്ത് മാത്രമല്ല, ഈ ബ്ലോഗ് ചെയ്ത ട്രിവാൻഡ്രത്തിലെ കേരളത്തിലുള്ള ബ്ലോഗ് ചെയ്ത ഒരു ബ്ലോഗേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല 2500 രൂപ കേസ്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ ഫോൺ വിളിച്ച് ചോദിച്ചു, കോസ്മോസ് ഇവിടത്തെ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് 2500 പർച്ചേസ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അത് എന്തുകൊണ്ട് പറയാത്തതെന്ന് വെച്ചു. അത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ മെയിൻ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു കേസും ഇല്ല, ഈ 2500 പർച്ചേസ് ഉണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. 4 മണിക്ക് തുറന്നിട്ട് അപ്പം തന്നെ 4 മണി ഇവിടെ 2 മണി. ഞാൻ എൻ്റെ വീട് തൊട്ടപ്പുറത്താ. എൻ്റെ വീട് തൊട്ടപ്പുറം. ഞാൻ ഇതിലൂടെ 3-ാമത്തെ ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ജനങ്ങളുണ്ടായിരുന്നു. അതിനെക്കൂടെ സെക്യൂരിറ്റി പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ ഒറ്റ പീസ് ഉറപ്പുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞാൽ വേറൊരു സെക്യൂരിറ്റി മറ്റൊന്ന് പറയാം. നാളെ ശനിയാഴ്ച ഓഫർ ഉണ്ടാവില്ല. അതെങ്ങനെ നാളെ ഇല്ലാന്ന് ബായി പറഞ്ഞത് 2 ദിവസം ഉണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ 2 ദിവസം ഉണ്ടെന്നാ പറഞ്ഞത്. അത് 4 മണി മുതൽ രാത്രി 9 മണി വരെ പറയാം. പക്ഷെ ഇന്ന് നിങ്ങളെ വീഡിയോ കിട്ടാൻ വന്നത് 3 തവണ ഇവിടെ വന്നു. 3 തവണ ഇവിടെ വന്നു. ഇപ്പൊ നമ്മൾ മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. മനസ്സിലായില്ലേ? കാരണം നിങ്ങളെ ചീറ്റ്, നിങ്ങളെ ഇതുപോലെ പറഞ്ഞ് ചീറ്റ് ചെയ്യാതെ ഞാനാണ്. അത് നിങ്ങൾ ഇവര് പിടിച്ചുവെക്കാൻ വേണ്ടി നിങ്ങൾ പോയി വന്നത് അല്ലെങ്കിൽ വരുമല്ലോ? ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് ആ ഒരു സത്യസന്ധതയുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ജെന്യുയിനായിരിക്കും. ഞാൻ അവരുടെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിന് ശേഷം എനിക്ക് നല്ല എമൗണ്ടിന് വന്നാണ്. എനിക്ക് വേണമെങ്കിൽ വീണ്ടും ആൾക്കാർ പറഞ്ഞത് നമുക്ക് മാത്രം പൈസ കൊണ്ടു കൊടുക്കണം, അവർക്കില്ല. ഇതിപ്പോ ഇവിടെ തിരക്ക് കാരണം പോലീസൊക്കെ വന്ന് ഇഷ്യൂ ആയി. അതുകൊണ്ട് 4 മണിക്ക് നിങ്ങളെല്ലാവരും 4 മണിക്കൂടെ 4 മണിക്ക് നല്ല ഉച്ച മുതൽ ഇവിടെ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഈ 4 മണി എന്ന് പറഞ്ഞാൽ ഇവര് 4 മണിക്ക് ഓഫർ അടിച്ചില്ല, 5 മണിയായി ഓഫർ അടിച്ചില്ല. അങ്ങനെ ഇവിടെ നിന്ന് ജനങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കി. അതായത് ഈ സ്റ്റാഫുകൾ ഇവർ പള്ളി വിളിച്ചപ്പോഴത്തേക്ക് പോലീസ് വന്നു പറഞ്ഞ് ഇവിടെ സാധനം ഇതേ ക്ലോസ് ചെയ്തു. അത്രയും വേറെ സംഭവമൊന്നുമില്ല. അങ്ങനെ ക്ലോസ് ചെയ്തു. അത്രയും ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ സ്റ്റാഫിന് ചെറിയ സ്റ്റാഫ് പറയുന്നത് ചേട്ടാ അത് 10 പീസേ ഉള്ളൂ. ഈ 10 പീസ് വെച്ചുകൊണ്ടുള്ള 50,000 ആൾക്കാർ ഇത് പോരാത്തോണ്ട് ഇവിടെ വന്നത് തിരിഞ്ഞിട്ടുള്ള ആൾക്കാരല്ല. വേറെ ഈ പുള്ളിക്കാരുടെ മണിക്കൂറായെന്നറിയാം. ഞാൻ തൊളിക്കോട് എന്ന് വരെ വന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ ഓഫർ അത്ര നല്ലൊരു ഓഫർ ആയതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളെങ്ങനെ ചെയ്യാൻ പാടും? ബ്രോ നിങ്ങളെ നമ്മളെ ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഷോപ്പ് ചീറ്റിങ്ങാണ്. ഒരുപാട് ബ്ലോഗറിനെ വെച്ച് വീഡിയോ ചെയ്തു. എല്ലാവരും പലരും കമന്റ് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ കമന്റ് ഓഫാക്കിയിട്ടുണ്ട്. കാരണം മെസ്സേജ് കമന്റ് പറഞ്ഞ എല്ലാം വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയും പേര് നിൽക്കണ എനിക്കറിയാം. ഇവിടെ 9 മണി ആൾ വരുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ
അപ്പം നാളെ ആകുമ്പോൾ ഇതെല്ലാം നാളെ ആകുമ്പോൾ ഇത് പിന്നെ ആലോചിക്കും. അപ്പോൾ അത് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഈ കണ്ട ജനങ്ങളല്ല, ഇവരോടെല്ലാം ഉത്തരവാദിത്തം പറയട്ടെ ഞാൻ ഇല്ല, തന്നെ. ഈ കണ്ട ജനങ്ങളല്ല, എനിക്കറിയാം ജനങ്ങൾ ഇതിനേക്കാളും 10 ഇരട്ടി ഉണ്ടായിരുന്നു. പൊട്ടിച്ചിട്ടാണ് ആൾക്കാർ, അത്രയും തിരക്കുണ്ടായിരുന്നു. നേരത്തെ വേറെ പുള്ളിക്കാരെ കൂടെ ഗ്ലാസ് വരെ പൊട്ടിച്ചിട്ടാണ് ആൾക്കാർ. എന്നിട്ട് അവർ പറഞ്ഞിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പലരും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നല്ല കോസ്മോസി നമ്മൾ ഈ ഷോപ്പിൽ നടന്നില്ല കേട്ടോ. കാരണം ഞാൻ 4 മണിയുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ റിപ്പോർട്ട് കിട്ടിയോണ്ടല്ലോ ചേട്ടാ നമ്മളെല്ലാവരും ഇവിടെ വന്നത്. എന്നിട്ട് നമ്മളെ പ്രതീക്ഷ എന്താണെന്നറിയോ, നമ്മളെ പ്രതീക്ഷ എന്താ പറയുക, ഇവര് കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് ഒരു 10 രൂപയും കൂടി എന്നും പറയാൻ നമ്മൾ ഈ ആട്ടിനെ കൂടി ഇവിടെ നിൽക്കുക. ഈ വീട് ഞങ്ങൾ ഇത് കൊച്ചിയിലാണ് അവിടെ കൊടുക്കുന്നില്ല. ഇതേപോലെ നിന്നപ്പോൾ ഒരുപാട് ആൾക്കാർ. പിന്നെ അതാണ് കളിക്കാൻ പോണത്. എന്ത് കൊച്ചു പറയുന്നത് പിന്നെ ഉറപ്പായിട്ട് അത് കൊച്ചു പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു 100 പീസ് എടുത്ത് വെക്കാം. 100 പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അവരൊരു ടോക്കൺ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ടോക്കൺ കൊടുത്ത് ഇത്ര പേര് വന്ന ഇത്ര പേര് കൊടുത്തു. ഞാൻ ചില കേക്കിന്റെ ഇവിടെ ആദ്യം വരുന്ന 100 പേർക്ക് 1 രൂപയ്ക്ക് കേക്കെന്ന് പറയും. അവിടെ വരുന്ന 100 പേർക്ക് കൊടുക്കും. ആ ബാലരാമടുത്ത് കൊടുത്തല്ല എനിക്കറിയാം, കാരണം ഞാൻ നിങ്ങളൊക്കെ പോലെ സാധാരണക്കാരിൽ കയറി വന്ന ഒരാളായിട്ട് എനിക്കറിയാം. ഞാനാണെങ്കിൽ ഒരു ഓഫർ കൊണ്ട് ഇങ്ങനെ വരാം, എനിക്കറിയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് ചേട്ടാ കുറച്ച് മുന്നേ പറഞ്ഞു ചേട്ടാ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ചേട്ടനെ കാണാമല്ലോ. ഞാൻ എന്റെ പാട്ടിൽ ഞാൻ പൈസ മേടിച്ചു. ഇവിടെ എന്താ ചോദിച്ചു എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് വേണം, മനസ്സിലായി. ഞാൻ തന്നെ ഇപ്പം കമന്റ് കെട്ടിട്ടാണ് 2500 പർച്ചേസ്. അവിടെ തന്നെ നേരത്തെ മുന്നേ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല. ചിലപ്പോൾ മാറ്റിയതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ 2500 രൂപയ്ക്ക് അങ്ങനെ ഒരു പൈസ മേടിച്ചിട്ട് ഈ ബൂട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ പുറത്തെ ഫ്രണ്ടിൽ വന്ന് ഞാൻ വീഡിയോ ഞാൻ ഫോൺ എടുക്കാത്ത ഞാൻ വോയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലാത്തതിൽ ഞാൻ 100 രൂപയ്ക്ക് കൊടുത്തു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വോയിസ് എല്ലാം എല്ലാവരും വോയിസ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ സഹിതം ചെയ്തില്ല, കാരണം എല്ലായിടത്തും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോ സഹിതം ഞാൻ അത് വലിയുണ്ട്. കാരണം അത് എന്നെ ചീറ്റ് ചെയ്യും, അവരെന്നെ ചീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളാണ് ചീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു 10 പേര് നാളെ ഈ ഷോപ്പ് തുറക്കൂല. ഇവിടെ നല്ല കോസ്മോസ് ഒന്നും നാളെ തുറക്കൂല. ഇവര് സാധനം ഇല്ല എന്നുള്ളതാണ് ഇവർ പറയണത്. തുറക്കുന്നില്ല. നമ്മൾ 2 ദിവസത്തേക്കാണ് ഓഫർ. ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് വീണ്ടും ആൾക്കാർ വരും. ചേട്ടാ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാക്കാനല്ലേ ഉറപ്പായിട്ടും കൊച്ചു പിള്ളേരൊക്കെ ആ ഒരു 100 രൂപയുടെ ബൂട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുമ്പേ ഒരു ആന്റി കാത്തിട്ട് ചേച്ചി ഒരു 2 പിള്ളേരെ കൊണ്ടുവന്നു. കാല് വീയാത്ത ചേച്ചി എവിടെ വേറെ ദൂരെ നിന്ന് ആ കൊച്ചു പിള്ളേരെ കൊണ്ട് വന്നേക്കാം. 2 ഷൂട്ടൊന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു കൊല്ലത്തുണ്ട് പാവം തന്നെ. നമ്മൾ തമാശ പറഞ്ഞത് ഇത് നമ്മൾ 2 വിളിച്ച് പറഞ്ഞു ചേച്ചി ചുമ്മാണെങ്കിൽ ഓരോരുത്തർ ഒരു ഓഫർ ഇട്ടില്ല ചുമ്മാ പറ്റിച്ചതാണ് നമ്മൾ പറയുന്നത് ചെയ്തു. ഞാൻ ഉച്ചയ്ക്ക് വന്നു, പിന്നെ 4 മണിക്ക് വന്നത് ഏറ്റവും നന്നായി. അപ്പൊ ഈ സൂചന എന്താ പറയുക, ഇത് ഇയാൾ ഉടനെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഇയാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയാ ഇവിടെ ഷോറൂമിൽ നമുക്ക് ഓഫർ ഉണ്ടാകല്ലാണ്ട് അല്ലാത്ത സാധനം പോലും വാങ്ങും. ഓഫർ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫറിൽ. അല്ലെങ്കിൽ പറയണ്ടേ ആദ്യമേ പറയണ്ടേ. അതെ മനുഷ്യന്മാർ വന്നിട്ടില്ല എന്ന് പറയുമ്പോ വന്നിട്ടില്ല. മക്കളൊക്കെ ഇല്ല, എന്റെ മോനാണ് 4 മണി വന്നിട്ട് എന്റെ ഭയങ്കര വരട്ടെ വീട്. ഞാൻ മക്കളെ വേണ്ട പയ്യെ അവൻ സമയം. ഇവൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഇവിടെ നിന്ന് 1800 രൂപ കൂട്ടെടുത്ത് പോയവനാണ്. അല്ല ഞാൻ എന്നിട്ട് പറഞ്ഞാൽ ഇറാനി പോയിട്ട് അടുത്ത ഓഫറോ ഇറാനി പോയിട്ട് ഇറാനി കഴിച്ചാൽ പോകാൻ പറഞ്ഞേക്ക്. എവിടെ ഓഫർ ഇട്ടാലും ഇതൊക്കെയാണ് ഇങ്ങനെ അവര് കടക്കാരാണ് ഓഫർ കാണിക്കുന്നത്. കടയിൽ എന്തെങ്കിലും ഓഫർ ഇടുമ്പോൾ കടക്കാരല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് കൊടുക്കായിരിക്കും നെഗറ്റീവ് പറഞ്ഞിരിക്കുകയാണ്. അവരാണല്ലോ ചേട്ടനോട് പറഞ്ഞു ഇത് ചെയ്യാനായിട്ട്. ഉറപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ഇടുക. അല്ലെങ്കിൽ ഈ കടയിൽ അവരാണല്ലോ പറഞ്ഞു ചേട്ടനോട് ഇത് ചെയ്യാനായിട്ട് പുഷ് ചെയ്തത്. കടയിലുള്ളവരെ ചേട്ടനെ ഫേക്ക് ചെയ്തില്ല അവര്. അല്ലാണ്ട് ഇപ്പം ഇവിടെ നമ്മൾ
ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ഇപ്പൊ കോസ്മോസിനെ വളർത്തേണ്ട കാര്യം തട്ടുകടക്കാരൻ്റെ ആണെങ്കിൽ ഓക്കെ, അവൻ ജീവിക്കാൻ അവൻ്റെ കുടുംബത്തിന് വലിയ വലിയ കമ്പനികളെ വളർത്തേണ്ട കാര്യമില്ല. അപ്പൊ അവര് വിളിച്ചിട്ടാണല്ലോ കേരളത്തിലുള്ള എല്ലാ ബ്ലോഗറും ഈ കോസ്മോസ് പേയ്മെന്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തിട്ടാണ് ചെയ്യണത്, എല്ലാവരും ചെയ്യണത്. അപ്പൊ അത് അവരെ ഈ വ്യൂസിന് ബുദ്ധിമുട്ടാണ്. ഈ ഉച്ചയ്ക്ക് പറഞ്ഞാലും മതിയായിരുന്നു. ഇത് ഉച്ച മുതൽ ജനങ്ങൾ 4 മണി മുതൽ 5 മണി അങ്ങനെ ആയപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് ഭയങ്കര പ്രശ്നം. പോലീസ് വന്നു, അവരൊന്ന് ഇവിടെ ഓക്കെ നടക്കും. എനിക്കിപ്പോ നിങ്ങളോട് പറയാൻ സോറി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഞാൻ എന്ത് പറയാനാണ്, മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങളെ ഇമേജ് നിൽക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഇടുക, എന്ന് ജനങ്ങളെ എത്തിക്കുക. കാരണം നിങ്ങൾക്ക് പറ്റിപ്പോയി എന്നുള്ള നിങ്ങളെ പറ്റിച്ച് എന്നുള്ള രീതിയിൽ ഇടാവും. നിങ്ങൾ നമ്മളെ പറ്റിപ്പെട്ടു ഇവരല്ല ഇത്രയും വലിയ ഇപ്പം ഈ ട്രിവാൻഡ്രത്ത് മാത്രമാണ് ഈ ഷോപ്പുള്ളെങ്കിൽ ഓക്കെ, നമുക്ക് അവരുടെ സ്റ്റോക്ക് അത്രയാണ്. കേരളത്തിൽ വലിയൊരു ബ്രാൻഡാണ്. കോസ്മോസിന്റെ കാര്യം ഒരു സത്യം പറഞ്ഞാൽ ഒരു 1000 രൂപ എടുത്ത് വെച്ചാലും മതിയാവില്ല. ഈ 50,000 ഒരു ലക്ഷം ഷെയർ പോകണടുത്ത് 1000 രൂപ എടുത്ത് നടക്കില്ല. ഒരു ടോക്കൺ എല്ലാം തിരക്കായിരുന്നു. ഇവിടെ ബ്ലോക്ക് കമ്പനി ജനങ്ങളുണ്ട്. ഇവർ ഒരു മുട്ടായി കൊണ്ടുപോലും ഓഫറിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ഉറപ്പ് ഞാൻ പറയാം. എന്ന് പറയാം. ഇയാളെ കൊണ്ട് നമ്മളെ പറ്റിപ്പിച്ചു, ഇയാളെ പറ്റിപ്പിച്ചു, ഇയാൾ മുഖേന നമ്മളും പറ്റി. അതിലൊരു കരുവാക്കി, അത്രേ ഉള്ളൂ. പറയാം എന്നിട്ട് ഈ 10 കൂട്ട് കൊടുത്തിട്ടില്ല. ഇവരൊരു മുട്ടായി കൊണ്ടുപോയി ഇയാൾ പറഞ്ഞ ഓഫർ. നിങ്ങളെ വീഡിയോ ചെയ്തപ്പോഴേ നിങ്ങളെ വീഡിയോ ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരു 10 ബൂട്ടൊന്നും 5 ബൂട്ടൊന്നും പറഞ്ഞിട്ട് അതെ സ്ക്രിപ്റ്റ് തന്നെ എന്താണെന്ന് എൻ്റെ കയ്യിലുണ്ട്. അതെന്താണെന്നുള്ളതാണെങ്കിൽ എനിക്ക് കാണിക്കാൻ. അതിലൊന്നും ഈ ഒരു മെൻഷൻ ചെയ്തില്ല. അപ്പൊ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി മൊത്തത്തിൽ അവർ പറഞ്ഞും കൂടെ എടുക്കാനുള്ളായിരുന്നു വീഡിയോ. ഇവര് ഈ പറഞ്ഞില്ലേ ചേട്ടനോട് മൊത്തത്തിലുള്ള പുള്ളിക്കാരനല്ലേ അതിന് വീഡിയോ ഉണ്ടല്ലോ. അവരിപ്പോ പറയണ എന്നെ വിളിച്ച് സംസാരിക്കണതാണെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പം എന്തൊക്കെ ഓഫറാണ് ഇവിടെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ 2500 പർച്ചേസ് ചെയ്യേണ്ട, ആര് വന്നാലും 100 രൂപയ്ക്ക് കൊടുക്കും എന്നുള്ളതൊക്കെ എൻ്റെ വോയിസ് കിടപ്പുണ്ട്. അങ്ങനെ വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഞാൻ ഇതിപ്പോൾ മറ്റുള്ളവർ പറ്റിക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ വീഡിയോ റീച്ച് ആവാനാണെങ്കിൽ എനിക്ക് ഈ കണ്ടന്റിന്റെ ആവശ്യമില്ല. എത്ര കണ്ടന്റ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോ ഇത്തരം വന്നില്ല, നമ്മൾ ആലോചിച്ച് വന്നില്ല. അത് തൊട്ടടുത്ത് ഞാൻ ഇന്ന് അവരോട് ഈ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 4 മണിക്ക് ഞാൻ ഇവിടെ വരും, എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുമില്ലെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് വരും. പറഞ്ഞ് ഇയാളെ ഭാഗ്യം ഉണ്ടാകും. ഇയാൾ 4 മണിക്ക് 5 മണിക്ക് വരാത്തത് വന്നിരുന്നെങ്കിൽ ഇയാളെ ഓടിച്ചൊരു കല്ലെറിഞ്ഞാണ്. ആ പയ്യന്മാർ വന്ന് കല്ലെടുത്ത് ഓരോരുത്തർ വിഷമമാണ്. അത് അവരങ്ങനെ പ്രതികരിക്കുള്ളൂ. പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വീഡിയോ ഒരുപാട് സാധനം പ്രതികരിച്ചു പോകും. അത്രയും ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഇരിക്കണം?